അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 9 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് വാഗമണിലെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഓക്കെ. എല്ലാവർക്കും നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് യൂട്യൂബിനകത്തൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ അതൊരു യാത്രാവിശേഷം തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വാഗമണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ഫുൾ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ, കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. നമ്മുടെ ബൈക്ക് അവിടെ ഉണ്ട്. എന്തായാലും കൊള്ളാം, നല്ല ഒരു അടിപൊളി വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സൈഡ് പാറയാണ്, ഒരു നല്ല രസമുണ്ട്. കോട കയറി തുടങ്ങിയിട്ടുണ്ട്. വേണ്ടോ ആ ഒരു സൈഡിൽ നിന്നാണ് മൊത്തം, ആ ഒരു ഭാഗത്തു നിന്നാണ് മൊത്തം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. കണ്ടോ, കുറച്ച് ടൈമിനുള്ളിൽ ഇവിടെ മൊത്തം കവറാവും. നമുക്കതിന് മുന്നേ വീട് വരെ കയറി പോകണം. നമ്മളിപ്പോൾ ഏകദേശം ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഭയങ്കര മഞ്ഞാണ്, നല്ല തണുപ്പുണ്ട്. പിന്നെ സൗണ്ടിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരുപാട് വണ്ടികൾ താഴെ നിന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇവിടെ ജസ്റ്റ് കാഴ്ചകൾ കാണാൻ വേണ്ടി നിർത്തിയേക്കുന്നു. ഇതിന് മേലിലോട്ട് കുറച്ച് ഓഫ് റോഡ് ഒരു ഏരിയ ആണ്, കാണുമോ എന്ന് അറിയത്തില്ല. ഇതിൻ്റെ മേലോട്ട് മൊത്തം ഓഫ് റോഡാണ്, നമുക്ക് കയറാൻ പറ്റില്ല കാരണം വണ്ടിയുടെ കണ്ടീഷൻ അത്ര നല്ലതല്ല. അതുകൊണ്ട് എന്തായാലും നമുക്കൊന്നുകൂടെ അപ്പുറം സൈഡൊക്കെ ഒന്ന് പോയി നോക്കാം. ഇതുവഴിയാണ് നമ്മൾ പോകാനുള്ളത്. നമ്മൾ വന്ന വഴി ഇതാണ്. ഈ കാണുന്ന ഒരു ഏരിയ മുതലാണ് വാഗമണിലേക്കുള്ള തേയിലത്തോട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും അങ്ങനെ മഞ്ഞധികം ഇല്ല, പക്ഷെ തണുപ്പുണ്ട്. കോടയൊക്കെ അതേ അവിടെ നിന്ന് കയറി വരുന്നേ ഉള്ളൂ. കണ്ടോ, ആ ഒരു ഏരിയയിൽ നിന്ന് അങ്ങനെ കയറി വരുന്നേ ഉള്ളൂ. എന്തായാലും നമുക്കങ്ങ് ടോപ്പിൽ ചെന്നിട്ട് നോക്കാം. ആ താഴോട്ടുള്ള ഏരിയ കണ്ടോ, മൊത്തം കോട കയറിയിട്ട് മൂടി നിൽക്കുകയാണ്. കണ്ടോ, മൊത്തം കവറായിട്ടുണ്ട്. നമ്മൾ വന്ന വഴിയാണ് ഇതേ കാണുന്നത്. അവിടെ ഒരുപാട് പേര്, ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മളിത് വാഗമണിലോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു ലേക്കാണ്. നോക്കിക്കോട്ടോ, ഇത് നോക്കി ഭയങ്കര രസമാണ് കോട ഇറങ്ങി വരുന്ന കാണാൻ. അത്യാവശ്യം വലിയൊരു ഒരു തേയിലത്തോട്ടമാണ് കുന്നിൻ്റെ മേലിലാണ്, പക്ഷെ അത് മൊത്തം കവർ ചെയ്ത് വന്നിരിക്കണ്ടോ, നമുക്ക് കാണുന്നുണ്ട് അതിൻ്റെ ടോപ്പ്. അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു ലേക്ക് വ്യൂ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടും പിന്നെ ഒരു പൂൾ റെസ്റ്റോറൻ്റൊക്കെ ഉള്ളതാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളത്. ഭയങ്കര രസമുണ്ട് കാണാൻ. എല്ലാവരും വണ്ടിയൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. കണ്ടോ, മേലോട്ട് കയറി പോകാൻ പറ്റും. ഒരുപാട് പേര് മേലോട്ട് കയറുന്നുണ്ട്. മുകളിൽ കാണുന്ന പോലെ നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആദ്യം അങ്ങോട്ട് കയറുന്നില്ലെന്നാണ് വിചാരിച്ചേ, പിന്നെ എന്തോ എല്ലാവരും അങ്ങോട്ട് പോകുന്ന കണ്ടപ്പോൾ ഒരു ചെറിയൊരു ആഗ്രഹം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. വഴി വേണം, അങ്ങോട്ട് കയറിച്ചില്ല. എന്നാലും ഭയങ്കര രസമുണ്ട്. എന്നാലും നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ അടിപൊളി വ്യൂ. നമ്മളിവിടെ നിന്നാണ്, നമ്മളെ വണ്ടി അവിടെ കിടപ്പുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. വെള്ളത്തിലൊന്നും തൊടാൻ പറ്റത്തില്ല കാരണം നല്ല തണുപ്പായിരിക്കും. ഫുൾ തേയിലത്തോട്ടാണ്. സൂപ്പറായിട്ടുണ്ട്. കോടയൊക്കെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞേ. വെള്ളത്തിൽ നല്ല തണുപ്പുണ്ട്. ഓ ശരിയാണ്, എന്തായാലും നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ഒരു ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ ടൂറിസ്റ്റുകളുടെ വണ്ടികളുടെ ബഹളം അല്ലാതെ വേറെ ഒന്നുമില്ല. നല്ല അടിപൊളി ഒരു കാം ആൻഡ് ക്വയറ്റ് സ്ഥലം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്.
ഇപ്പോൾ സമയം 1:30 ആയിട്ടേ ഉള്ളൂ. ഇപ്പോഴേ കണ്ടോ, 1:30 ആയപ്പോഴും മഞ്ഞുണ്ട്, നല്ല കോടയുണ്ട് ഇപ്പോഴും. ഇപ്പോൾ വൈകിട്ടാകുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ മൊത്തം ഇച്ചിരി നേരം കൊണ്ടാണ് മൊത്തം കയറി വരുന്നത്. കേട്ടോ, പോകുന്ന വഴിയിൽ കണ്ടൊരു ടീ പ്ലാന്റേഷൻ ഉണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഒരു ചെറിയൊരു കാറ്റാടിയൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ അത് കറങ്ങുന്നൊന്നുമില്ല, കാറ്റ് കുറവാണ്, ചിലപ്പോൾ അതായിരിക്കും. എന്തായാലും അത് വർക്കിംഗ് ആണ്. അതിൽ മറ്റേ എൻ്റെ വയറും കാര്യങ്ങളൊക്കെ താഴോട്ട് വന്നിട്ടൊക്കെ ഉണ്ട്. അതിൽ നിന്ന് വന്ന കണക്ഷനാണ് ഇങ്ങോട്ട് പോകുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഒരു 2 പശു അവിടെ നിന്നിട്ട് പുല്ലൊക്കെ പറിച്ച് തിന്നുന്നുണ്ട്. എന്തായാലും നല്ല രസമുണ്ട്. അവിടെ ഒരു 2-3 വീടൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ക്വാർട്ടേഴ്സ് പോലെയൊക്കെ ഉണ്ട്, പക്ഷെ അത് വീടാണ്, ഒരു ഫാമിലിയുടെ വീടാണത്. ഭയങ്കര രസമുള്ള സ്ഥലമുണ്ട്. അതേ ഇപ്പോഴും കോട ഇറങ്ങി വരുന്നുണ്ട് അവിടുന്ന് മൊത്തം ഇങ്ങോട്ട് വന്നിട്ട് ഫസ്റ്റാണ് ഒരു ടീ പ്ലാന്റേഷനകത്ത് കയറുന്നത് കേട്ടോ. വേറെ അടുത്തൊന്നും കയറാൻ പറ്റില്ല, മൊത്തം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്ട് സീൽ ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മൾ ആ ഒരു ലൈക്കിൻ്റെ അവിടെ കയറിയതല്ലാതെ പിന്നെ കയറുന്ന ഇവിടെയാണ് കേട്ടോ. എന്തായാലും ഇത് വർക്കിംഗ് അല്ല, ഇച്ചിരി ഇത് വർക്കിംഗ് ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു അനക്കമൊക്കെ കാണുന്നുണ്ട്. ഇവിടെ എന്തോ ഉണ്ട്, ഇത് എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്താ സംഭവം. ഇത് കിണറാണ്, ഇവിടേക്കുള്ള വെള്ളമൊക്കെ എടുക്കുന്നതായിരിക്കും. ഒരു മഴക്കാറുണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ മൊത്തം പോയി. ഇപ്പോൾ മഴക്കാറൊന്നുമില്ല. ഭയങ്കര ക്ലിയർ ഒന്നും പറയാൻ പറ്റത്തില്ല, മഞ്ഞ് വീണിട്ട് നമുക്ക് അത് ക്ലിയർ ഒന്നും കാണാൻ പറ്റത്തില്ല. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഇവിടുന്ന് ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് വേഗം വണ്ടി എടുത്ത് പോകാം. നമുക്ക് തിരിച്ചു പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. മൊത്തം വേണ്ട, ഇവിടുന്ന് അങ്ങ് ഫുൾ കോട ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊരു ഫാമിലിയിൽ പട്ടിക്കുഞ്ഞിനെ കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഒരു കാറ് വരുന്നുണ്ടോ, ആ വഴിയാണ് നമുക്ക് തിരിച്ചു പോകാനുള്ളത്. മൊത്തം ആ ഒരു സൈഡ് മൊത്തം കോട ഇറങ്ങിയിരിക്കുക, അതാണ്ടോ. ഇതിൻ്റെ അപ്പുറം മൊത്തം കോടയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി വ്യൂ ആയിട്ടുണ്ട്. ഇതൊരു ടീ പ്ലാന്റേഷനകത്തൂടുള്ള വഴിയാണ്. അവിടെ ആക്ച്വലി ബൈക്കിൽ വരാം, പക്ഷേ ഞാൻ ബൈക്ക് കൊണ്ടുപോകുന്നില്ല. ചുമ്മാ വണ്ടി കംപ്ലൈൻ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് തിരിച്ച് എറണാകുളം വരെ പോകാനുള്ളതാണ്, അതുകൊണ്ട് വണ്ടി കംപ്ലൈൻ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട് കേട്ടോ, കോട വന്ന് കയറി ഇങ്ങനെ മൊത്തം കവറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭയങ്കര രസമായിട്ടുണ്ട്. ഇതുണ്ട്, അതിനകത്തോട്ട് സ്ഥലമുണ്ട്, മൊത്തം ഫുൾ മഞ്ഞ് കയറിയിട്ട് നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ ചെറിയൊരു വഴി മാത്രമേ കാണുന്നുള്ളൂ. വേണ്ടോ, നമ്മൾ വന്ന വഴിയിലോട്ട് മഞ്ഞ് കയറി പോകുന്നുണ്ടോ. ഇവിടെ നിന്നാണ് മെയിൻ റോഡ്. ഇവിടുന്ന് ഇത്രയും താഴോട്ട് വന്നിട്ടുണ്ട്. എപ്പോഴേയും കണ്ടോ മഞ്ഞ് കയറി വരുന്ന ആ വഴി ഫുൾ മൂടിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഇവിടെ നിന്നാണ് ആ മഞ്ഞ് മൊത്തം, ആ ഒരു ഏരിയയിൽ നിന്നാണ് ആ മഞ്ഞ് മൊത്തം കയറി വരുന്നത്. എന്തോ ഒരു മരമാണ്, നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു മൊത്തം ഒരു ടീ പ്ലാന്റേഷനകത്ത് അകത്തേക്കുള്ളൊരു വഴിയാണ്, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. റോഡിന് ക്രോസ് വെച്ചേക്കുക, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതുവഴി പോയി കഴിഞ്ഞാൽ പണി കിട്ടും. നമുക്കത് പോകുമോ നോക്കാം, എന്നിട്ട് നമുക്ക് പതുക്കെ പോയി നോക്കാം. അതിനെ കെട്ടിയിട്ടിട്ടില്ല, ഓടിച്ചിട്ട് കുത്തു എങ്കിൽ ഇപ്പോൾ അടിപൊളിയായിരിക്കും. ഓടാനൂടെ വയ്യ, ഒറ്റയ്ക്കല്ല 2 പേരുണ്ട്. ഞാനിപ്പോഴാണ് കണ്ടേ, അവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്. ഇതിന് ഞാനിപ്പോഴാണ് കണ്ടേ. അടുത്തെത്തിയിട്ടുണ്ട്. ഞാനിത് വഴി ഒന്ന് പോകുന്നുണ്ട്, അവിടെ നിന്നോ. ഇല്ല കുഴപ്പമില്ല, നീ അവിടെ നിന്നു, കുഴപ്പമില്ല. നമ്മൾ പോകുന്നുണ്ട്. ഇനി തിരിച്ചു പോകുമ്പോഴായിരിക്കും പണി കിട്ടുക. എന്തായാലും എന്തേ കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. പുറകിലുണ്ട്, ഒന്നും കാണുന്നില്ല, അങ്ങോട്ട് ഫുൾ താഴ്ചയാണ്. ഇതിൻ്റെ ബാക്കിയൊക്കെ അങ്ങോട്ട് മൊത്തം കിടക്കുമോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. മൊത്തം ഫുൾ മഞ്ഞ് കയറി കിടക്കുന്നു. കുറേ നടന്നു, അതിനകത്ത് വേറെ ഒന്നുമില്ല. വഴി അങ്ങോട്ടുണ്ട്, നമുക്ക് തിരിച്ചു കിടക്കാം. മൊത്തം മഞ്ഞ് കയറിയേക്കോ. തിരിച്ചു പോകുമ്പോൾ ആ സാധനം ഓടിച്ചിട്ട് കുത്തുമോ
ഒന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് തിരിച്ചു പോയിട്ട് വണ്ടി കയറി സ്ഥലം വിടാം, അതായിരിക്കും നല്ലത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല. അത്രയുണ്ട്. നമുക്ക് നോക്കിയാൽ കാണുന്നില്ല, അങ്ങ് മൊത്തം മഞ്ഞ. ഫുൾ താഴേക്ക് അതേ ഒരുപാട് പശുക്കളൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ര കൊറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ എന്തോ ഉണ്ട്. വെള്ളച്ചാട്ടം ഒന്നും പറയാൻ പറ്റത്തില്ല, ഇച്ചിരി വെള്ളം ഒഴുകി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മൊത്തം ഒരു ഗ്യാങ് കൂടി അവിടെ നിൽക്കുക. അതിലൊരുത്തൻ്റെ മേളിൽ കയറി വന്നേക്കണം, അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര രസമുണ്ട്. എന്തായാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ മാത്രമല്ല, 1-2 സ്ഥലങ്ങൾ വേറെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. ഒരുപാട് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ഒരു കാറ് പോകുന്നുണ്ട്, എൻ്റെ പുറകെ അവർ ഇറങ്ങി വന്നതാണ്. അവരങ്ങനെ പോകുന്നുണ്ട്. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമയിൽ കണ്ട ഓർമ്മയുണ്ടോ? ഈ ഒരു സ്ഥലം വരുന്നൊരു ജീപ്പിൻ്റെ പുറകിൽ വരുന്ന ചായക്കട. പുള്ളിക്കാരൻ ജസ്റ്റ് ഒരു ഹായ് കാണിച്ചിട്ട് പോയിട്ടുണ്ട്. ആ ഒരു ചായക്കട ഉണ്ടോ കാറ് നിൽക്കുന്നത്? ആ ഒരു ചെറിയ ചായക്കടയും പിന്നെ അതേ ഈ ഒരു പാറക്കൂട്ടം. രണ്ട് ചേച്ചിമാരുണ്ടോ ജീപ്പിൽ പോകുന്നത്? എല്ലാവരും കൈ കാണിച്ച് പോകുന്നുണ്ട്. എന്തോ അവരെ വീഡിയോ എടുക്കുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്ന എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, നമ്മൾ ജോസഫ് സിനിമയിൽ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നില്ലേ, ആ ആക്സിഡൻറ്റ് നടക്കുന്ന ആ ഒരു പുള്ളിക്കാരത്തി ആക്സിഡൻ്റ് ആയിട്ട് ഈ പാറക്കൂട്ടത്തിൻ്റെ ഇടയിലാണ് ആ വണ്ടി, സ്കൂട്ടിയും പുള്ളിക്കാരത്തി ഇവിടെ കിടപ്പുണ്ടാവും. ഇവിടെ നിന്നാണ് ആ കാറിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന ആ സീനും. പിന്നെ അവർ വന്നിട്ട് ഇവിടെ മൊത്തം ജസ്റ്റ് ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നതൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. ഈ പാറക്കൂട്ടത്തിൻ്റെ എവിടെയോ ആണ്. ഇതാണ് ആ സ്ഥലം. അത് വാഗമണ്ണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ല, തിരിച്ച് വരുമ്പോഴാണ് കണ്ടേ. ബൈക്ക് അവിടെ ചെന്ന് ഇനി അങ്ങോട്ട് നടക്കാം. കണ്ടോ, അത് കൊള്ളാം, നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ. വാഗമണ്ണോട്ട് ടാറ്റ പറയാൻ പോവാണ്, കാരണം ടൈം കുറച്ചായിട്ടുണ്ട്. ഇപ്പോൾ 3 മണി ആയിട്ടേ ഉള്ളൂ. ടൈമുണ്ട്, ക്ലൈമറ്റും വലിയ കുഴപ്പമില്ല. ജീപ്പ് സഫാരിയാണ്, ട്രക്കിങ് കാര്യങ്ങൾക്ക് എല്ലാം ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ആ ഒരു ടീ പ്ലാന്റേഷനൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനപ്പുറം മൊത്തം സാധാരണ ഒരു ഗ്രാമപ്രദേശമാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് വിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഏരിയ വല്ലതും ഉണ്ടോ നോക്കാം. രാവിലെ കഴിച്ചാണൊന്നും കഴിച്ചില്ല, നല്ല വിശപ്പുണ്ട്. അത്യാവശ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ വിഷമമുണ്ട്, കാരണം എൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം നോക്കാം. ഓക്കെ, ഇവിടുന്ന് കുറച്ച് സ്ലോ മോഷൻ ഒക്കെ എടുത്ത് നമ്മൾ വേഗം അടുത്ത സ്ഥലം പിടിക്കാൻ പോകണം. പക്ഷേ അത് അടുത്ത വീഡിയോയിലായിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് ജസ്റ്റ് ഒന്ന് ടാറ്റ പറയാൻ പോവാണ്, കാരണം നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ ബാക്കി ഡെസ്റ്റിനേഷൻ, അതിൻ്റെ ബാക്കി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോസിനകത്താണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക മസ്റ്റായിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ടാറ്റ. അതെ, പോകാൻ വരട്ടെ. ഒരു കാര്യം പറഞ്ഞു, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും, അതോടൊന്നും തന്നെ പ്ലേ ചെയ്ത് വെക്കാം. ഇനി പോകാം.